എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ വെള്ളിക്കുളങ്ങര റോഡിലാണ് നിൽക്കുന്നത്. ഒരു മണിക്കൂർ മുൻപ് ഞാൻ മാരാങ്കോട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വലിയ ബ്ലാസ്റ്റിങ്ങിൻ്റെ സൗണ്ട് കേൾക്കണം. അങ്ങനെ പൊട്ടുന്ന സൗണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം കേട്ടു. അപ്പോൾ എനിക്കിത് മാത്രം തോന്നിയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രദേശത്ത് ഒരു ചേച്ചി അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ആ ചേച്ചിയും ഇതുപോലെ സൗണ്ട് കേട്ടു, ഇവിടെ മാപ്സ് സ്കൂളിൻ്റെ ഉള്ളിൽ എന്തോ ഡ്രില്ല് ചെയ്യണ സൗണ്ടും കേൾക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഈ സ്കൂളിൻ്റെ അവിടെ വന്ന് പോയി ഡ്രില്ല് ചെയ്യണ സൗണ്ട് പോലെ എന്തോ കേൾക്കണ്ട. അങ്ങനെ നേരെ സ്കൂളിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ പാറ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറ എന്തിനാണ് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പാറ പൊട്ടിക്കാനോ എന്താ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. എന്തായാലും ഈ പരിസരവാസികളെല്ലാവരും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. 2 പ്രാവശ്യം ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം 2 വർഷം മുൻപാന്ന് തോന്നുന്നു, ഇവിടെ ഇതേപോലെ തന്നെ ഈ പാറ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ട് പ്രദേശവാസികളൊക്കെ കൂടി അത് കഴിഞ്ഞ് ഇവിടെ ഒരു ദാസൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ രാജമിനിസ്റ്റർ അറിയിച്ച് പിന്നെ മിനിസ്റ്ററുടെ ഇടപെടലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചതാണ്. അപ്പോൾ വീണ്ടും ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഈ പൊട്ടുന്ന സൗണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലെന്തോ വിഷയം സംഭവങ്ങൾ ഇതിലെന്തോ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് സംവിധാനങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇവിടെ നിർമ്മാണ വിലക്കുള്ളതാണ്. വിലക്ക് മാറിയുന്ന MLA അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പഞ്ചായത്തും. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ജനങ്ങളാണ്, ഈ പരിസരത്തുള്ള കുറേ ആൾക്കാർ. അവരെന്തായാലും പൊട്ടന്മാരാക്കരുത്. ഈ വിഷയത്തിൽ പോലീസ് സംവിധാനങ്ങളും റവന്യൂ സംവിധാനങ്ങളും ഉടനെ തന്നെ ഇടപെടുന്നതാണ് പറയാനുള്ളത്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വലിയൊരു സൗണ്ട് 2 പ്രാവശ്യമായിട്ട് കേട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാലോചിച്ച് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ വീഴ്ച മുന്നേ നിലയൊന്നുമില്ല. ഈ വേനൽക്കാലത്ത് ഇത് ഇത്ര വലിയ സൗണ്ട് എന്താണെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, ഇനി ഇവിടെ 2 വർഷം മുന്നേ ഇതേമാതിരി ഇവിടെ പാറ പൊട്ടിക്കലുണ്ടായി. ഞങ്ങൾ രാത്രി അങ്ങനെ നാട്ടുകാർ എല്ലാവരും എത്തിയപ്പോൾ ഒരു 26ഓളം വരുന്ന തോട്ടടിച്ച് ഇങ്ങനെ വെച്ചേക്കണം, ഒരു ജാക്കി എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ട് കേട്ടില്ല, ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നില്ല. പിന്നീട് ഞങ്ങൾ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററെ ഞങ്ങൾ വിളിച്ച് വിവരം അറിയിച്ചു. വില്ലേജ് ഓഫീസർ വിളിച്ചപ്പോൾ വന്നില്ല. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസറും ചാലക്കുടി പോലീസ് 2 ജീപ്പോട് വന്ന് ഇനി ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തടയുകയും വണ്ടിയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാം നിർത്തിവെച്ച് പോയി. പിറ്റേ ദിവസം സ്റ്റേഷനിൽ വിളിച്ചൊരു ചർച്ച ചെയ്തിട്ട് മേലാക്കം ഇനി ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിയിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പ് കൊടുത്തിട്ടാണ് അന്ന് പിരിച്ചത്. പിന്നീട് ഇന്നാണ് കേൾക്കണം. ഇത് ഈ മേഖലയിൽ ഒരു നിർമ്മാണ മേഖല വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ റിപ്പോർട്ട് എത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ അതില്ല, അത് നുണ പറഞ്ഞതാണ്. അത് MLA ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം പഞ്ചായത്ത് പറയുന്നത് അങ്ങനെ ഒരു അനുമതി ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിൽ വന്നിട്ടില്ല. അതാണ് ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണക്കാർ പറയുന്നത്. അങ്ങനെ ഒരു ഇത് ഇവിടെ കിട്ടിയിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. അതിൽ അധികാരികള് ഞാൻ ഇപ്പൊ പോലീസിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോകേണ്ടി വരും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ പ്രദേശത്ത് പല വീടുകളിലും വിള്ളലും ഇതൊക്കെ പലവണ സംഭവിച്ചിട്ടുണ്ട്. ഇതിക്ക് മുന്നുണ്ടായിട്ട് അന്ന് കളക്ടർ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഇവിടെ ഈ വക പരിപാടി സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഇവർ ഇടയ്ക്കിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് പാറ. അത് ശരിയല്ല. ഇവിടുത്തെ ജനങ്ങൾ അത് തന്നെയല്ല, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്.